ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം. പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ രീതിയിൽ ഞാനും ഉണ്ടാക്കിയ ഒരു പ്ലം കേക്ക്. എന്നാൽ ഞാൻ ഉണ്ടാക്കിയ രീതി ഒന്ന് കണ്ടു നോക്കാം. കുറച്ച് ഉണക്കമുന്തിരിങ്ങ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അര ഗ്ലാസ് ഓറഞ്ച് ജ്യൂസും അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് ജ്യൂസ് ഞാനിത് വീട്ടിൽ തന്നെ പിഴിഞ്ഞെടുത്ത ഓറഞ്ച് ജ്യൂസാണ്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് തിളച്ച് വരുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ഗ്രാമ്പ് പൊടിച്ചതും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇതിപ്പം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി സ്റ്റൗ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 3/4 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പഞ്ചസാര മെൽട്ടായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കളറ്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഹൈയിലാക്കി ഇത് തിളപ്പിച്ചെടുക്കണം. തിളച്ച് ഇതുപോലെ പത വരുന്ന സമയത്ത് വേവിച്ച് മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇതും കൂടി ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അര ഗ്ലാസ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഇനി ഈ ഓയിലും ഈ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി വരണം. 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും എണ്ണയും ഈ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി വരും. ഇതേപോലെ ഇത് തിളച്ച് പത പൊങ്ങി വരുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി 2 കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കോഴിമുട്ട ഒന്ന് നന്നായി മിക്സായി വരുമ്പം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. പഞ്ചസാരയും മുട്ടയും കൂടി നന്നായി മിക്സായി വരുമ്പം ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നന്നായി മിക്സ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയൊരു പാത്രത്തിലേക്ക് 1.5 ഗ്ലാസ് മൈദപ്പൊടി, 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത പൗഡർ സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി റെഡിയാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച മുട്ട മിക്സും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അരിച്ച് മാറ്റി വെച്ച മൈദപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ പൊടിയെല്ലാം ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് അതും കൂടി ഇട്ട് ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് എണ്ണ തടവി ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെച്ച മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാറ്റർ ഫുൾ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ മേലെ കുറച്ച് ചെറിയും കുറച്ച് കാഷ്യൂ നട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നല്ല ഭംഗിയായി ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 200 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഓവനിൽ വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം 190 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റി 25 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും കേക്ക് റെഡിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി പ്ലം കേക്ക് റെഡിയായി. കേക്ക് ഉണ്ടാക്കി 1 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാനിത് കട്ട് ചെയ്യുന്നത്. നല്ല സോഫ്റ്റായ നല്ല മണമുള്ള അടിപൊളി പ്ലം കേക്ക് റെഡി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ക്രിസ്മസ്.